രജിസ്ട്രാർ KS അനിൽകുമാറിനെതിരെ VC-ക്ക് പരാതി നൽകിയിരിക്കുകയാണ് ശ്രീപത്മനാഭ സേവാ സമിതി എന്നുള്ളത്. അവരായിരുന്നല്ലോ അതിലെ സംഘാടകർ. അനിൽകുമാറിനെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യണമെന്നാണ് VC-ക്ക് ഇവർ നൽകിയിരിക്കുന്ന കത്ത്. കാരണം ഈ മാസം 25-ന് സെനറ്റ് ഹാളിൽ നടന്ന പുസ്തക പ്രകാശന ചടങ്ങ് ഒരുതരം ഗൂഢാലോചന നടത്തി അത് റദ്ദാക്കാനുള്ള ശ്രമം നടത്തി എന്നാണ് ഈ പരാതിയിൽ പറയുന്നത്, അല്ലേ? പ്രോട്ടോകോൾ ലംഘിച്ച് വേദിയിൽ കയറി നിയമലംഘനം നടത്തി എന്നും പരാതിയിൽ പറയുന്നുണ്ടല്ലോ ശാലിനി. ആരോഹിണി, തീർച്ചയായും അത്തരത്തിൽ തന്നെയാണ്. 25-ാം തീയതി നടക്കുന്ന പരിപാടി 5:30-നാണ് സെനറ്റ് ഹാളിൽ നടത്താനായി നിശ്ചയിച്ചിരുന്നത്. 5:30-ന് നടത്താനിരുന്ന പരിപാടിയിൽ ഗവർണർ എത്തുന്നത് 6 മണിക്ക് ശേഷമാണ്. അതായത് ആ സമയത്ത് എന്തിന് SFI പ്രവർത്തകർക്കൊപ്പം അവിടെ തുടർന്നു രജിസ്ട്രാർ എന്നുള്ളത് ഒരു ചോദ്യമാണ്. മറ്റൊന്ന്, 14 ദിവസങ്ങൾക്ക് മുൻപ് ഈ ഹാള് നിശ്ചിത തുക അടച്ച്, അതായത് 64,000-ലധികം തുക അടച്ച് ആ ഹാൾ, സെനറ്റ് ഹാൾ പൂർണ്ണമായും പത്മനാഭ സേവാ സമിതി ഏറ്റെടുത്തതാണ്. അതിനുശേഷം ഈ പ്രോട്ടോകോൾ സംവിധാനങ്ങളുണ്ട്. ഗവർണർ എത്തുന്നതിന് അരമണിക്കൂർ മുമ്പ് തന്നെ പോലീസും ഡോസ്കോഡും ഒക്കെ എത്തി ആ സീറ്റുകളടക്കം പരിശോധിച്ച് അവിടെ എല്ലാ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ പൂർത്തിയാക്കും. ആ സമയം മറ്റാർക്കും ആ വേദിയിലേക്ക് പ്രവേശിക്കാൻ, സംഘാടകർക്ക് പോലും ഒരു പക്ഷേ പ്രവേശിക്കാനുള്ള സാഹചര്യങ്ങൾ കൊടുക്കില്ല. പിന്നീട് ഗവർണർ വന്നതിന് ശേഷം മാത്രമാണ് എല്ലാവരും വേദിയിലേക്ക് കയറുകയൊക്കെ തന്നെ ചെയ്യുന്നത്. പക്ഷേ അവിടെയാണ് ആ സുരക്ഷാ ക്രമീകരണങ്ങൾ പൂർത്തിയാക്കിയിട്ട വേദിയിലേക്ക് ഈ രജിസ്ട്രാർ എത്തുകയും രജിസ്ട്രാറെ വേദിയിൽ കയറുകയും കൂടാതെ തന്നെ SFI പ്രവർത്തകരെ ആ വേദിയിലേക്ക് വിളിച്ചു വരുത്തുന്നു. ഇടത് സിൻഡിക്കേറ്റ് അംഗമായ ഷിജു ഖാനെ ആ വേദിയിലേക്ക് വിളിച്ചു വരുത്തുന്നു. ഒപ്പം നിന്നുകൊണ്ട് മാധ്യമപ്രവർത്തകർ ആ വേദിയിൽ നിന്നുകൊണ്ട് പ്രതികരണങ്ങളും പത്രസമ്മേളനങ്ങളും അടക്കം നടത്തിയെന്നത് അടക്കമുള്ള കാര്യങ്ങൾ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് VC-ക്ക് മുൻപാകെ ഇപ്പോൾ ശ്രീപത്മനാഭ സേവാ സമിതി പരാതി നൽകിയിട്ടുള്ളത്. കൂടാതെ പണമടച്ച രസീതിൻ്റെ കോപ്പി, ഒപ്പം തന്നെ ആ സമയത്തുണ്ടായിരുന്ന അനിൽകുമാർ സ്വീകരിച്ച നടപടികളുടെ ദൃശ്യങ്ങൾ, ഫോട്ടോഗ്രാഫ് അടക്കമുള്ള കാര്യങ്ങൾ രേഖാമൂലം നൽകിക്കൊണ്ടാണ് നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുള്ളത്. വകുപ്പ് തല നടപടി എന്നോണം സസ്പെൻഷൻ, സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യണമെന്നൊരു ആവശ്യം കൂടി ഈ ഘട്ടത്തിൽ ഉയർത്തുന്നുണ്ട്. കാരണം ഒരു പരിപാടി അലങ്കോലമാക്കാൻ ഏതൊക്കെ തരത്തിൽ ഇടപെടൽ നടത്താമോ ആ ഇടപെടലുകളൊക്കെ രജിസ്ട്രാറുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വീഴ്ചകളെ അക്കമിട്ട് നിരത്തിക്കൊണ്ടാണ് ഈ പരാതി ഇപ്പോൾ VC-ക്ക് മുൻപാകെ എത്തിയിട്ടുള്ളത്. ഭാരതാംബ ചിത്രം എന്നുള്ളത് ദേശീയതയുടെ ചിഹ്നമാണ്, അല്ലെങ്കിൽ അത്തരത്തിലൊരു ചിന്തയും കാഴ്ചപ്പാടോടെയാണ് ആ ചിത്രം അവിടെ വെച്ചിട്ടുള്ളത്. അതിൽ മറ്റൊരു രാഷ്ട്രീയം കലർത്തിയല്ല തങ്ങൾ ഈ ചിത്രം അവിടെ വെച്ചിട്ടുള്ളത് എന്നുള്ളതാണ് പത്മനാഭ സേവാ സമിതി പറയുന്നത്. ആ ചിത്രമാണ് അവിടെ നിന്ന് ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടെ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നീക്കത്തിൻ്റെ ഭാഗമായി മാറ്റാനുള്ള ശ്രമം രജിസ്ട്രാർ നടത്തിയിട്ടുള്ളത്. അതിനെതിരെയാണ് ഇപ്പോൾ പരാതി VC-ക്ക് മുൻപാകെ എത്തിയിട്ടുള്ളത്. VC ഡോക്ടർ മോഹൻ കുന്നുമേൽ ഈ വിഷയത്തിലെടുക്കുന്ന നടപടി നിർണായകമാകുമെന്നുള്ളതിൽ സംശയമില്ല. പ്രത്യേകിച്ച് ഒരു ഇടതുപക്ഷക്കാരനായി മാത്രം നിന്നുകൊണ്ട് രജിസ്ട്രാർ പെരുമാറി എന്നതടക്കമുള്ള വിമർശനങ്ങളും പരാമർശങ്ങളും ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ പരാതി എന്നുള്ളതാണ് ശ്രദ്ധേയം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പത്മനാഭ സേവാ സമിതി അംഗങ്ങൾക്കെതിരെ അടക്കം DGP-ക്ക് മുൻപാകെ രജിസ്ട്രാർ പരാതി നൽകിയിരുന്നു. ആ പരാതികളൊക്കെ തെറ്റാണ്. കൂടാതെ തന്നെ പരിപാടി റദ്ദാക്കിയതായി തങ്ങളെ ഗവർണർ എത്തുന്നതിന് ശേഷമാണ് അറിയിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ കൂടി അത് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കൂടാതെ തന്നെ ഈ പരിപാടി റദ്ദാക്കിയെന്ന് തങ്ങളെ അറിയിക്കുന്നതിന് മുൻപ് രാജ്ഭവനിലേക്ക് ഡയറക്റ്റ് വിളിച്ച് രജിസ്ട്രാർ പറഞ്ഞതിലടക്കം ഗുരുതര വീഴ്ചയുണ്ട്, ചട്ടലംഘനങ്ങൾ നടത്തിയിട്ടുണ്ട്. അങ്ങനെ ചട്ടങ്ങൾ ലംഘിച്ച ഒരു രജിസ്ട്രാർ ആ സ്ഥാനത്ത് തുടരുന്നത് ശരിയല്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കൃത്യമായ നടപടി എടുക്കണമെന്നുള്ളതാണ് പത്മനാഭ സേവാ സമിതി VC-ക്ക് അയച്ച കത്തിൽ പറയുന്നത്. എന്തായാലും നിർണായക നടപടി ഇന്ന് VC-യുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. രോഹിണി.